നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2025 വർഷത്തെ മകയിരം നാളുകാരുടെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. തീർത്തും ശുദ്ധ മനസ്ഥിതിക്കാരായ മകയിരം നാളുകാർ നല്ല ബുദ്ധിയും സ്നേഹവും ആത്മാർത്ഥതയുമുള്ളവരായിരിക്കും. ബാല്യത്തിൽ വളരെ ക്ലേശം അനുഭവിക്കേണ്ടി വരുന്ന ഇവർ മറ്റുള്ളവരെ ഉള്ളു തുറന്ന് വിശ്വസിക്കുന്നവരുമാണ്. ഇതുമൂലം ഇവർക്ക് പല അബദ്ധങ്ങളും ചതിവുകളും പറ്റാറുമുണ്ട്. ഏറ്റെടുക്കുന്ന ജോലി ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ സ്വപ്രയത്നത്താൽ ഉയർച്ചയിലെത്തുന്നവരുമാണ്. നല്ല ഈശ്വര വിശ്വാസികളായ മകയിരം നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് എന്ത് സഹായവും ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കാത്തവരുമാണ്. വേണ്ടതിനും വേണ്ടാത്തതിനും പണം ചിലവാക്കുക എന്നത് ഇവരുടെ ഒരു ശീലമാണ്. തന്മൂലം ഇവർ പലപ്പോഴും ബാധ്യതകൾ വരുത്തി വെക്കാറുമുണ്ട്. ആരോടെങ്കിലും വിശ്വാസം തോന്നിയാൽ അവർ പറയുന്നത് അനുസരിക്കുന്ന ഇവർ എല്ലായ്പ്പോഴും ചിന്താകുലരും സംസാരത്തിലും പ്രവൃത്തിയിലും കുലീനതയും വിശ്വസ്തതയും കാണിക്കുന്നവരുമായിരിക്കും. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ നല്ല ശരീരശുദ്ധിയും പരിസരശുദ്ധിയുമുള്ളവരും സൗന്ദര്യമുള്ളവരും ദയയും വാത്സല്യവും പരോപകാര താൽപര്യരുമായിരിക്കും. വാചാലപ്രിയരായ ഇവർ കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവമുള്ളവരുമാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് 2025 വർഷക്കാലത്തിൽ മകയിരം നാളുകാരെ കാത്തിരിക്കുന്നത്. പ്രധാന ഗ്രഹങ്ങളായ വ്യാഴത്തിൻ്റെയും ശനിയുടെയും അതുകൂടാതെ രാഹുകേതുക്കളുടെയും രാശിമാറ്റം മകയിരം നാളുകാരെയും അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നതാണ്. ഇടവം മിഥുനം രാശിയിലായാണ് മകയിരം നക്ഷത്രം കാണപ്പെടുന്നത്. ഇടവം രാശിയിൽപ്പെടുന്ന മകയിരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം 2025 ശനിയുടെ രാശിമാറ്റത്തോടെ അവരുടെ കണ്ടകശനികാലം മാറുന്നു എന്നത് അത്യന്തം ആശ്വാസകരമാണ്. ഇത് ഇവർക്ക് ഒട്ടനവധി ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു. എന്നാൽ മിഥുനക്കൂറുകാരായ മകയിരക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും അനുഭവവേദ്യമാകുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പരീക്ഷാ വിജയം നേടുന്നതിന് സാധിക്കും. സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിയുന്നതാണ്. തൊഴിൽ രംഗത്ത് പലതരത്തിലുമുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. വളരെ കാലമായി പ്രതീക്ഷിച്ചിരുന്ന പ്രൊമോഷനും അതുപോലെ തന്നെ സ്ഥലമാറ്റവുമൊക്കെ ഈ വർഷം പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ തൊഴിൽ രംഗത്ത് ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഇവർക്കുണ്ടാകുന്നതാണ്. പുതിയ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുകയും കൂടുതൽ പണം മുടക്കുകയും ചെയ്യുന്നതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും വേണ്ടത്ര ആലോചന ഇല്ലായ്മയിലൂടെയുള്ള പണമിടപാടുകൾ പലപ്പോഴും നഷ്ടങ്ങൾ വരുത്തിയേക്കാം. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെയും വിൽപ്പനയിലൂടെയും ലാഭമുണ്ടാകുന്നതാണ്. ചില കാര്യങ്ങളിലൊക്കെ അപ്രതീക്ഷിത തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നേക്കാം. അലസത പൂർണ്ണമായി മാറ്റിവെച്ച് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുക. വേണ്ടത്ര ആലോചന ഇല്ലാതെ പ്രവർത്തിക്കുന്നത് പലപ്പോഴും നഷ്ടങ്ങൾക്കിടയാക്കിയേക്കാം. അതുപോലെ തന്നെ അലച്ചിലുകളും കഷ്ടപ്പാടുകളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാമെന്നതിനാൽ വളരെ കരുതലോടെ മാത്രം മുന്നോട്ട് നീങ്ങുക. പലപ്പോഴും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുമുള്ള പെരുമാറ്റങ്ങളും പ്രവൃത്തികളും മനോവിഷമങ്ങൾക്ക് ഇടയാക്കുന്നതാണ്. ഏർപ്പെടുന്ന പല കാര്യങ്ങളും അനുകൂലമായ തീരുമാനമുണ്ടാകാതെ മാറ്റിവെക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. ചെലവുകളൊക്കെ താരതമ്യേന വർദ്ധിച്ചു വരുന്നതാണ്. ബാങ്ക് ലോണുകളും ചിട്ടുകളുമൊക്കെ പാസ്സായി കിട്ടുന്നതിലൂടെ ഗൃഹനിർമ്മാണം തുടങ്ങി വെക്കുന്നതിനോ മുടങ്ങിക്കിടന്ന
നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സാധിക്കും. എന്നിരുന്നാലും സാമ്പത്തിക പരാധീനതകളിൽ നിന്നുമൊക്കെ ഏറെക്കുറെ മോചനം നേടുവാൻ മകരനാളുകാർക്ക് 2025 സാധിക്കുന്നതാണ്. വർഷത്തിൻ്റെ മധ്യത്തോടെ സാമ്പത്തിക നേട്ടങ്ങളും വരുമാന വർധനവും ഉണ്ടാകുന്നതാണ്. ഇവർക്ക് പൈതൃക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതാണ്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉറ്റ ബന്ധുക്കൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുവാൻ സാധിക്കുന്നതിലൂടെ ആത്മസംതൃപ്തി ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനവരവ് പ്രതീക്ഷിക്കാം. സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എഴുത്തുകാർക്കും ബഹുമതികളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. സംഘടനാ പ്രവർത്തനത്തിലും മറ്റും ഏർപ്പെടുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭ്യമാകും. അതുപോലെ തന്നെ ഉറ്റവരുടെയോ മിത്രങ്ങളുടെയൊക്കെ വിയോഗം ഈ വർഷം നേരിടേണ്ടതായി വരാം. ശുക്രൻ്റെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദശാകാലങ്ങളിൽ മകര നക്ഷത്രക്കാർ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. ചൊവ്വാഴ്ചയും മകര നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ വ്രതം നോക്കുന്നതും അനുജന നക്ഷത്രങ്ങളായ ചിത്തിര അവിട്ടം നാളുകളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ഭദ്രകാളിയെയും മുരുകനെയും ഭജിക്കേണ്ടതുമാണ്. ചിത്തിര അവിട്ടം നാളുകളുമായി വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് ഇവർക്ക് ദോഷകരമായി പറയുന്നു. മകര നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി മഹാലക്ഷ്മിയാണ്. ചൊവ്വാദശയിലാണ് മകര നക്ഷത്രക്കാരുടെ ജനനം. നക്ഷത്ര ദേവത ചന്ദ്രനായതിനാൽ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് വഴി ഐശ്വര്യപ്രാപ്തി ഉണ്ടാകുന്നതാണ്. ഇടവക്കൂറിൽ ജനിച്ച മകര നാളുകാർ ശുക്രനെയും മിഥുനക്കൂറിൽ ജനിക്കുന്നവർ ബുധനെയും പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങളും വഴിപാടുകളും അനുഷ്ഠിക്കുക. അടുത്ത നക്ഷത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.